അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചപ്പാത്തിയാണ്. അത് നമ്മൾ മാവ് കുഴയ്ക്കാതെ പരത്താതെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയാണ്. നമ്മൾ ലൂസാക്കി ദോശ ചുട്ടെടുക്കുന്ന പോലെയാണ് നമ്മളിന്ന് ചപ്പാത്തി റെഡിയാക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുറെ കൂട്ടുകാർക്ക് ഇത് അറിയായിരിക്കും, അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നര വീഡിയോ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര. ഇനി നമുക്കിനത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം നമ്മളാ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതി തന്നെ ആയിരിക്കണം നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ദോശത്തവ വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ തേച്ച എണ്ണയൊക്കെ ഒന്ന് റെഡിയായി പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ലോണം ഹീറ്റ് ആവും, ചൂടായി കിട്ടണം നമുക്ക് തവ. ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല മാവ് കുഴയ്ക്കാതെയും ഒന്നും ചെയ്യാതെയും പെട്ടെന്ന് കോരി ഒഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ മടിയുള്ളവർക്ക് ഇതേ കണക്ക് ചെയ്താൽ മതി കൂട്ടുകാരെ. നല്ല അടിപൊളിയാണ്, നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ദോശയല്ല ചപ്പാത്തി നമുക്കൊന്ന് മുറിച്ചെടുക്കുന്നത്. നല്ല ലെയറായിട്ട് നല്ല പൊങ്ങി കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.